നീ കാട്ടുജാതിയാ, അതാണ് കുരങ്ങിന്റെ സ്വഭാവം. എന്നോട് മിണ്ടണ്ട. മിണ്ടണ്ടെന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്മാര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ച് നാട്ടിൽ ചെല്ലണമെങ്കിൽ നമുക്ക് വഴി ചോദിച്ചറിയണ്ടേ? അറിയാവുന്ന വഴി അങ്ങ് പോയാ മതി. എത്തുമ്പോ എത്തട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ അങ്ങ് എത്തണമെന്ന് വലിയ നിർബന്ധം. നിനക്ക് കാണൂല, നിന്നെ വീടും കൂടുമൊന്നുമില്ല, അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ. എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനി വിളക്കരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, കള്ളം. നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ അത്യാവശ്യ കാര്യം പറയാൻ നിൽക്കുമ്പോ എന്തുവാ? അതെ, നീ ലിഫ്റ്റിക്ക് വിട്ട് ഒരുങ്ങി കെട്ടി നീ എവിടെ പോവാ? ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാൻ. വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്തിനാ ഒരുങ്ങി പോണത്? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാം. വേസ്റ്റ് കൊണ്ട് കളയുന്ന സ്ഥലത്തെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുവഴി കാണുന്നവർക്ക് കാണുമ്പോഴത്തേക്ക് ഇച്ചിരി വൃത്തിയൊക്കെ വേണ്ടേ? പറ്റൂല. അച്ഛനെ നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു പോയി. അച്ഛന് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ? എനിക്കും ഇഷ്ടപ്പെട്ടു. അമ്പടി ജിഞ്ചിന്നാക്കടി. അറിഞ്ഞിട്ട് കാര്യമില്ല. ഈ ആടിനെ കണ്ടുപിടിക്കെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ അറിയണമുണ്ട്. എന്താ സാറേ? നിങ്ങൾ ഈ ആടിനെ കാണാതെ പോയ അന്ന് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടന്നു എന്ന കാര്യം ഒന്ന് 1 by 1 ആയിട്ട് എന്നോടൊന്ന് പറയാമോ? പറയാം സാർ. പറ. എല്ലാ ദിവസവും എഴുന്നേക്കുന്ന പോലെ ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റു. ചേട്ടന് കട്ടനിട്ട് കൊടുത്തു. കാല് തൊട്ട് തൊഴുതു. എന്നാ ചെയ്ത്? കാല് തൊട്ട് തൊഴുതു. ആരുടെ? ഭർത്താവിന്റെ. അങ്ങനെയൊക്കെ ഉണ്ട്. എടാ, വീട്ടിലിരിപ്പുണ്ടൊരു മറുക. കാല് പോട്ടെ, എവിടെയെങ്കിലും ഒന്ന്